ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുമോ? ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വുളു മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അഥവാ പെണ്ണുങ്ങളെ തൊട്ടാൽ, സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയുമോ ഇല്ലയോ? ഉലമാക്കളുടെ അടുക്കൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് അന്ന നവാഖിദൽ വുളൂഇ തൗഖീഫിയ്യത്തുൻ അലൻ നസ്സി. വുളു മുറിയുന്ന കാര്യങ്ങൾ അത് നമ്മൾ എടുക്കേണ്ടത് എവിടെ നിന്നാണ്? കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്. അതുപോലെ തന്നെ ബുത്ലാന് ഫാസിദ്, ഒരു കാര്യം ബാത്തിലാവുക, ഫസാദാവുക എന്നുള്ളത് അത് ശർഈയായ ഹുക്കുമുകൾ പറയലാണ്. ശർഈയായ ഹുക്കുമുകൾ പറയുമ്പോൾ അതിന് വ്യക്തമായ സഹീഹായ ദലീലുകൾ വേണം. ദലീലില്ലാതെ ശർഈയായ ഹുക്കുമ് സ്ഥിരപ്പെടുകയില്ല. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, സഹീഹായ ദലീലുകൾ കൊണ്ടൊരു ഹുക്കുമ് സ്ഥിരപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു ഇബാദത്ത് സ്ഥിരപ്പെട്ടാൽ ആ ഇബാദത്ത് ബാത്തിലാണ്, ഫാസിദാണ് എന്ന് പറയണമെങ്കിൽ അതേപോലെ സഹീഹായ ദലീലുകൾ ഉണ്ടാകണം. ഇപ്പം സഹീഹായ ദലീലോടുകൂടി ഒരു അമല് സ്ഥിരപ്പെട്ടാൽ ആ അമല് ബാത്തിലാണ്, ഫാസിദാണ് എന്ന ഹുക്കുമ് നൽകാൻ മറ്റ് ദലീലുകൾ സ്ഥിരപ്പെടണം. അല്ലെങ്കിൽ അതെന്തില്ല, ബാത്തിലാണ്, ഫസാദാണ് എന്ന ഹുക്കുമ് പറയാൻ കഴിയുന്നതല്ല. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകളെ തൊട്ടാൽ, അതിൽ ഭാര്യയും പെട്ടു, സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയുന്നതായിട്ട് ഖുർആനിലോ ഹദീസിലോ കാണാൻ കഴിയുന്നതല്ല. മറിച്ച് സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയില്ല എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഒരു ഹദീസ് ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന ആയിഷത റളിയല്ലാഹു അൻഹ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു ബഅദ നിസാഇഹി ثم يخرج إلى الصلاة ولا يتولى. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ ചുംബിക്കുമായിരുന്നു, എന്നിട്ട് വുളു ചെയ്യാതെ നിസ്കരിക്കാൻ വീട്ടിൽ നിന്നും പുറപ്പെടുകയും ചെയ്യുമായിരുന്നു. രണ്ടാമത്തത് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് അൻ അബി ഖതാദത റളിയല്ലാഹു അൻഹു ഖാൽ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഹുവ ഹാമിലുൻ ഉമാമത ബിൻതി സൈനബ് ബിൻതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ സജദ വദഅഹ വഇദാ ഖാമ ഹമലഹ. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ മകൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ മകൾ ഉമാമയെ റസൂല് എടുക്കുമായിരുന്നു. ഉമാമ പെണ്ണാണ്, സ്ത്രീയാണ്, എടുക്കുമായിരുന്നു. നിൽക്കുന്ന സമയം എടുക്കും, സുജൂദ് ചെയ്യുമ്പം വദഅഹ അവിടെ അടുത്തിരുത്തും. എന്നിട്ട് പിന്നെയും നിൽക്കുന്ന സമയം ആ കുട്ടിയെ റസൂല് എടുക്കുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് അന ആയിഷത റളിയല്ലാഹു അൻഹ കുൻതു അനാമു ബൈന യദൈ റസൂലില്ലാഹി വരിജ്ലായ ഫീ ഖിബ്ലതിഹി. ഞാൻ റസൂലിൻ്റെ മുമ്പിൽ വീട്ടിൽ കിടക്കുമായിരുന്നു, എൻ്റെ രണ്ട് കാലുകൾ റസൂലിൻ്റെ ഖിബിലയുടെ ഭാഗത്തൊക്കെ ഉണ്ടാവുക. ഫകാന ഇദാ സജദ ഗമസനി, റസൂല് സുജൂദ് ചെയ്യുമ്പോൾ എൻ്റെ കാലിനൊന്ന് നുള്ളും, കാല് മാറ്റാൻ ആവശ്യപ്പെടും. ഫഖബൽതു റിജ്ലയ്യ, അപ്പം ഞാൻ എൻ്റെ കാല് മടക്കി വെക്കും, നീക്കി വെക്കും. വ ഇദാ ഖാമ ബസത്തുഹുമ, റസൂല് ഖിയാമിലേക്ക് എഴുന്നേറ്റാൽ ഞാൻ എൻ്റെ കാല് നീട്ടി വെക്കും. ഇവിടെ ഈ മൂന്ന് ഹദീസിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ തൊട്ടതായി സ്ഥിരപ്പെടുന്നു. വുളു മുറിഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. റസൂൽ വുളു മാറ്റിയെടുത്തതായിട്ടും സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പം സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയുകയില്ല, പ്രത്യേകിച്ച് ഭാര്യയെ തൊട്ടാലും വുളു മുറിയുകയില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ, ഇബ്നു ബാസ് റഹിമഹുമുല്ലാ, ഇവരൊക്കെ പറയുന്നത് കാണാം, ഷഹ്വത്തോടു കൂടിയും അഥവാ വികാരത്തോടു കൂടിയും അല്ലെങ്കിൽ വികാരമില്ലാതെയും സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയുന്നതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.